ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് എന്താണ് ഇടാത്തത്. അപ്പോൾ ഞാൻ കുറച്ച് തിരക്കിലായി പോയി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് താമസം മാറി എറണാകുളത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. ചേട്ടായി രാവിലെ എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. രാത്രി ഞാനും ചേട്ടായും കൂടി ഇരുന്ന് ഫുൾ പാക്കിംഗ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. നല്ല ധൃതി പിടിച്ചാണ് പാക്ക് ചെയ്തത്. ഒരു മണിയൊക്കെ കഴിഞ്ഞു ഞങ്ങളിതെല്ലാം പാക്ക് ചെയ്ത് തീർന്നപ്പോഴേക്കും 4 വൈകിയ സാധനങ്ങളുണ്ടായിരുന്നു. ഞാൻ പിന്നെ എവിടെ പോയാലും എനിക്ക് വേണ്ട എൻ്റെ എല്ലാ സാധനങ്ങളും വേണം കേട്ടോ. ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാകത്തില്ല. 2 ദിവസത്തെ ട്രിപ്പിന് പോകണമെങ്കിൽ 4 ദിവസത്തെ ഡ്രസ്സ് ഉണ്ടാവും കേട്ടോ. എനിക്ക് ടെൻഷനാണ് അവിടെ ചെന്ന് ഈ ഡ്രസ്സ് എന്തെങ്കിലും പറ്റുമോ, അങ്ങനെയൊക്കെ ആലോചിച്ച് തന്നെ ഞാൻ 2 ഡ്രസ്സിന് പകരം 4 ഡ്രസ്സ് എടുക്കും. അപ്പോൾ പിന്നെ 1 മാസത്തേക്കാണെങ്കിലും പറയണ്ടല്ലോ. പിന്നെ എൻ്റെ റിംഗ് ലൈറ്റും സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 1 മാസത്തെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് കോഴ്സിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞാനൊരു ചെറിയ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ടൊരിക്കലും ഒരു ഫുൾ ബ്രൈഡിനെ നമുക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ മേക്കപ്പ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ഹെയർ സ്റ്റൈൽ പഠിക്കണം, അതുപോലെ തന്നെ സാരി ഡ്രേപ്പിങ്, ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നല്ല ഡീറ്റെയിൽ ആയിട്ട് പോയിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടായിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഇതുവരെ വീട്ടിലേക്കെന്നല്ലാതെ മാറി നിന്നിട്ടില്ല. അതും വല്ലപ്പോഴും എനിക്ക് അങ്ങോട്ടധികം പോകാൻ തോന്നാറില്ലാത്തതുകൊണ്ട് വല്ലപ്പോഴും പോളൂ. അനിയത്തിയൊന്നും അവിടെ ഇല്ലല്ലോ. അപ്പോൾ അവളുള്ള സമയത്ത് പോയി. പിന്നെ അമ്മ ഗൾഫിൽ പോകുന്നതിന് മുന്നെയാണ് പോയത്. അപ്പോൾ ആ ഒരു സമയം കഴിഞ്ഞ് ഞാൻ ഇതുവരെ വീട്ടിൽ പോയിട്ടില്ല. അധിക ദിവസം അങ്ങനെ മാറി നിന്നിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് വലുതായിട്ട് ഞങ്ങൾ ലോങ് ഗ്യാപ്പ് എടുക്കുന്നത്. അപ്പോൾ ചേട്ടായിക്ക് ഇവിടെ പണിയുള്ളതുകൊണ്ട് എന്തായാലും പണി വിട്ടിട്ട് വരാനും പറ്റില്ല. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ റൂം താമസിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് രണ്ടാൾക്കും പോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ചേട്ടായി ഇവിടെയും ഞാൻ എവിടെയാണ് 1 മാസത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നല്ല കാര്യത്തിനാണല്ലോ, നമ്മുടെ ഭാവിയെ പ്രതീക്ഷിച്ച് നമ്മളിതേ പോവുകയാണ്. അപ്പോൾ ചേട്ടായിക്ക് ഇന്ന് പണി ഉണ്ടായിരുന്നതുകൊണ്ട് ചേട്ടൻ്റെ ഒരു കൂട്ടുകാരനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനാണ് എന്നെ കൊണ്ടുവിടാൻ വേണ്ടി വരുന്നത്. അപ്പോൾ അവനൊരു 7 ആയപ്പം വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം നമുക്കൊരു 9 മണി കഴിയുമ്പോൾ അവിടെ എത്തണം. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ അവൻ്റെ അടുത്ത് 7 മണി നാട്ടോ പറഞ്ഞിരുന്നത്. പിന്നെ രാത്രി ആയപ്പോഴാണ് കുറച്ചുകൂടി നേരത്തെ ഇറങ്ങിയാലേ അവിടെ എത്താൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായത്. അപ്പോഴത്തേക്കും അവൻ ഇറങ്ങിയും പോയി. രാവിലെ ഞങ്ങൾ വിളിച്ചപ്പോൾ അവൻ നടക്കാൻ വേണ്ടി പോയിക്കായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ 7 മണി ആയപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. അപ്പം നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. തൃപ്പൂണിത്തറയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 9:20 ആയപ്പോഴാണ് ഞങ്ങളവിടെ എത്തിയത്. അപ്പോൾ ഞങ്ങൾ നേരെ ഞങ്ങളുടെ റൂമിലേക്കല്ല പോയത്. ഞങ്ങൾക്ക് റൂം കിട്ടാൻ കുറച്ച് താമസം ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഫ്ലാറ്റാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആദ്യം ഹോട്ടലിലാണ് ഒരു ദിവസം സ്റ്റേ ചെയ്തത്. അപ്പോൾ ഒരു ദിവസം ഹോട്ടലിൽ കൊണ്ടുപോയി സാധനങ്ങളൊക്കെ വെച്ച് പിറ്റേ ദിവസമാണ് ഞങ്ങൾ റൂമിലേക്ക് മാറിയത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പഠിക്കാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്. ഫേസ് പാലറ്റ് ലക്ഷ്മി മാമിൻ്റെ ആണ്. നിങ്ങൾ കുറേ പേരെങ്കിലും ഇൻസ്റ്റയിൽ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം ഞാൻ ഒരുപാട് നാളായിട്ട് അവിടെ നിന്ന് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ 1 മന്ത് കോഴ്സാണ്. ഡിപ്ലോമ കോഴ്സ് ഉണ്ട് 3 മന്ത്സ്. അപ്പോൾ അതിന് പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം 1 മന്ത് കോഴ്സ് ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത്. അപ്പം രാവിലെ ഒരു 10:30 ആയപ്പോൾ ക്ലാസ് തുടങ്ങി. ഇന്ന് കുറച്ച് നേരത്തെ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കറക്റ്റ് 10:15 എത്തി. അപ്പോൾ 5:30 വരെ ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. കാരണം ഉറങ്ങാതെയൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ എങ്ങനെയൊക്കെയോ ക്ലാസ് കൂടി തീർത്തു. അപ്പം നല്ല ക്ലാസ്സൊക്കെ ആയിരുന്നു. ഒരുപാട് ബേസിക് ആയിട്ടുള്ള തിയറീസാണ് നമുക്ക് ക്ലാസ് എടുത്തത്. ഞാൻ തിയറി ഇത്രയും ഉണ്ടെന്ന് വിചാരിച്ചില്ല കേട്ടോ. പക്ഷെ പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ഒരുപാട് തിയറീസൊക്കെ പഠിക്കാനുണ്ടെന്ന് മനസ്സിലായത്. അപ്പം നമ്മൾ ആർട്ടിക് ഹോട്ടൽ എന്ന് പറഞ്ഞ് വൈറ്റിലൊരു ഹോട്ടലിലാണ് റൂം എടുത്തത്. റൂമിൻ്റെ കോല ഇതായിരുന്നു കേട്ടോ. വൈകുന്നേരം നല്ല വൃത്തിയാക്കിയൊക്കെ വെച്ചതായിരുന്നു. പക്ഷെ രാവിലെ പോകാൻ നേരത്ത് എല്ലാ സാധനവും എടുക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് എവിടെയാണ് സാധനം എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ കുറേ സാധനങ്ങളും പെട്ടിയൊക്കെ തുറന്നും പിടിച്ചിട്ടൊക്കെയാണ് ഒരു വിധത്തിൽ സാധനങ്ങളൊക്കെ തപ്പിയെടുത്തത്. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ പോകാൻ വേണ്ടി റെഡിയായിട്ട് പോയിട്ട് വന്നിട്ട് വൈകുന്നേരം വന്നിട്ട് റൂം വെക്കേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം ആകുമ്പോഴേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ റൂമും കിട്ടത്തുള്ളൂ. അപ്പോൾ രാവിലെ ക്ലാസ്സിൽ വന്നിട്ട് എല്ലാവരും ഭയങ്കര പഠിത്തം കേട്ടോ. എല്ലാ ദിവസവും നമ്മൾ തിയറി പഠിപ്പിക്കുന്നതിന് ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ഉണ്ടാവും. ഒരു ബുക്കിൻ്റെ 1/4 ഭാഗമായിട്ടുണ്ടാവും. അത്രയും എഴുതി തീർത്തു കേട്ടോ. ഞാൻ പിന്നെ പോയിൻ്റ് ആയിട്ടൊന്നും എഴുതത്തില്ല, വലിയ തൊട്ട് എഴുതി വെക്കും കേട്ടോ. എനിക്കിങ്ങനെ മാം പറയുന്ന പോലെ തന്നെ എഴുതി വെക്കും. എന്നിട്ട് വീട്ടിൽ പോയിട്ട് വായിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. പോയിൻ്റ് എഴുതി വെച്ചാൽ പിന്നെ ഇടയ്ക്ക് എൻ്റെ കിളിയൊക്കെ പോകും. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം പിന്നെ ഹോട്ടലിലെത്തി സാധനങ്ങളൊക്കെ എടുത്ത് താഴെ കൊണ്ടുവന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്ലാറ്റിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ എല്ലാ സാധനങ്ങളും അടുക്കി പെറുക്കിയൊക്കെ വെക്കണം. അതാണ് മെയിൻ ടാസ്ക്. ഞാൻ 2 ദിവസം എടുത്തു കേട്ടോ എല്ലാം ഒന്ന് അടുക്കി പെറുക്കി തീർക്കാൻ. അപ്പോൾ ഇതാണ് ക്രിസ്റ്റിയുടെ റൂം. കുട്ടി എല്ലാം അടുക്കി പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആട്ടോ ഞാൻ ഒന്ന് വീഡിയോ എടുത്തത്. ഞാൻ അതിന് ശേഷം അടുക്കി പെറുക്കാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്കാണ് ചെറുപ്രാന്ന് സാധനം
എടുക്കാനുണ്ടായിരുന്നു നമ്മുടെ വീഡിയോസ് ചെയ്യാനുള്ള സാധനങ്ങൾ, പിന്നെ എൻ്റെ സ്കിൻ കെയർ സാധനങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. എല്ലാം ഇനി ഒന്നേന്ന് അടുക്കിപ്പറക്കി തുടങ്ങണം. എല്ലാം ഞാൻ ബാഗിൽ വെറുതെ ഇട്ടിട്ട് വെച്ചതേ ഉള്ളൂ. എൻ്റെ ഓർഗനൈസേഴ്സും കുറവായിരുന്നു. പിന്നെ ബാഗിനകത്ത് ഈ ഓർഗനൈസറായിട്ട് കയറുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പെട്ടിയും പാട്ടൊക്കെ ഞാൻ വീട്ടിൽ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ബാഗിൽ കുടഞ്ഞിട്ടത് ഫുള്ള് ഇനി ആ ഷെൽഫിൽ കയറ്റണം. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. ആദ്യം തുണിയൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതാകുമ്പോൾ കുറച്ച് എളുപ്പമുണ്ടാവും. വേറെ സാധനത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തീരത്തില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ തുണി മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടാ എല്ലാം ബാഗിലേക്ക് കയറ്റിയത് ഞാൻ എടുത്തെടുത്ത് ഇങ്ങനെ കൊടുക്കുമായിരുന്നു. ചേട്ടാ എല്ലാം മടക്കി ബാഗിലേക്ക് കയറ്റി വെച്ചേക്കുമായിരുന്നു. എൻ്റെ അടിഭാഗത്തൊക്കെ ഉള്ളത് നന്നായിട്ട് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അധികം പണി ഉണ്ടായിരുന്നില്ല കേട്ടോ. മടക്കി വെച്ചത് അങ്ങനെ തന്നെ ചിലത് കയറ്റി വെച്ചാൽ മതിയായിരുന്നു, ചിലത് മടക്കാനുണ്ടായിരുന്നു. ഞാൻ മടക്കിയിരുന്നെങ്കിൽ ഫുള്ള് കുളമായേനെ. അപ്പം ഡ്രസ്സുകളൊക്കെ ഈ ഒരു ബാഗിലാണ് വെച്ചേക്കുന്നത്. നല്ല ഡ്രസ്സ് ഒരു ബാഗിൽ, ചീത്ത ഡ്രസ്സ് ഒരു ബാഗിൽ, അങ്ങനെ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് തന്നെ മാറ്റി മാറ്റി വെച്ചു. അപ്പോൾ നമ്മൾ ഫുൾ ഫർണിഷ്ഡ് ഫ്ലാറ്റാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ അലമാര സാധനങ്ങൾ എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ തുണി മാത്രം കൊണ്ടുവന്നാൽ മതി. പാത്രങ്ങൾ സഹിതം ഇവിടെ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് എൻ്റെ ട്രഡീഷണൽ ഔട്ട്ഫിറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ വിഷുവിന് വാങ്ങിയതാണ്. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ മൂൺ അട്ടയർ സ്റ്റോർ എന്ന് പറയുന്ന ഇൻസ്റ്റാ പേജിൽ നിന്നാണ് കേട്ടോ. അപ്പം വിഷു എത്താനായി. അപ്പം കുറേ പേര് വിഷുവിന് ഔട്ട്ഫിറ്റ്സ് ഒക്കെ നോക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ചേച്ചിയുടെ പേജിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ കുറേ വീഡിയോസ് നമ്മൾ ഈ ഒരു പാവാടയും ബ്ലൗസിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ കാണാനായിട്ട് ഞാൻ ആ ഒരു വീഡിയോസിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. ഭയങ്കര യൂണീക്കായിട്ടുള്ളൊരു കളറായിരുന്നു കേട്ടോ. ഞാനങ്ങനെ തപ്പിയിട്ട് കിട്ടാത്ത ഒരു ബ്ലൗസിൻ്റെ കളറാണ്. അപ്പോൾ പാവാട വേണ്ടാത്തവർക്ക് ബ്ലൗസ് മാത്രമായിട്ടാണെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ പട്ടുപാവാട ടോപ്പ് പോലെയും അത് തന്നെ സാരി കൊടുക്കാവുന്ന രീതിയിലുമാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്ക് രണ്ട് രീതിയിലും പിന്നീട് ഉപയോഗിക്കാമല്ലോ. വേറെ പാവാടയുടെ കൂടെ ആണെങ്കിലും ഉപയോഗിക്കാമല്ലോ. ഞാൻ ഒരു തവണ എന്തെങ്കിലും സാധനം സ്റ്റിച്ച് ചെയ്താൽ അത് കുറേ തവണ യൂസ് ചെയ്യാവുന്ന രീതിയിലേ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈറ്റ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ല കേട്ടോ, ഇങ്ങനെ മൾട്ടി കളറായിട്ട് കത്തുന്നുള്ളത് ക്രിസ്റ്റി വന്നിട്ടാണ് എനിക്ക് കാണിച്ചു തന്നത്. പിന്നെ ഞാൻ ഇനി കുറേ നേരം അതിങ്ങനെ ഇട്ട് ഓണാക്കിയും കളിക്കുമായിരുന്നു. നമുക്ക് ഓരോ ലൈറ്റും ഓരോ പ്രാവശ്യമായിട്ട് ഇടാം. അതുപോലെ തന്നെ എല്ലാ ലൈറ്റും മാറി മാറി വരുന്ന രീതിയിൽ അങ്ങനെ ഇടാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ അധികം ഇട്ട് വെക്കൊന്നുമില്ല. എനിക്കങ്ങനെ കുറേ ലൈറ്റ്സ് കാണുമ്പോൾ തലവേദന എടുക്കും. അവിടെ ഞാൻ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതേ ഉള്ളൂ. പിന്നെ ഫുള്ള് ഞാൻ ഓഫാക്കി ഇട്ടേക്കായിരുന്നു. അപ്പോൾ ക്യാഷ്വൽ വെയേഴ്സും ജീൻസും കുർത്തീസും അതൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. പിന്നെയുള്ളത് ട്രഡീഷണൽ ഡ്രസ്സുകളാണ്. ഒരു 2-3 എടുത്തു കേട്ടോ. എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഷൂട്ട് ചെയ്യാനും അതിനൊക്കെ എടുത്തതാണ്. അപ്പോൾ അത് അത്രയും അത്യാവശ്യമില്ലാത്ത സംഭവം ആയതുകൊണ്ട് ഏറ്റവും മേളിലത്തെ ഡ്രോയറിൽ വെക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഞാൻ ചുമ്മാ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിലും എന്തെങ്കിലും പ്രോഗ്രാമോ ട്രഡീഷണലായിട്ട് വിഷയോ എന്തെങ്കിലും ആഘോഷങ്ങൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ ഒരു സേഫ്റ്റിക്ക് ആദ്യമേ അങ്ങ് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പോയി വാങ്ങാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ സാധനങ്ങളൊക്കെ നമുക്ക് ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിക്കുന്ന ടേബിളല്ലേ, പിന്നെ വരുന്ന പാടെ അതങ്ങ് എടുത്ത് വെക്കുകയാണെങ്കിൽ പിന്നത്തേക്ക് നമുക്ക് പണിയാവത്തില്ലല്ലോ. അപ്പോൾ ക്രിസ്റ്റി റൂം അടുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഞാനും റൂം അടുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് എല്ലാം ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോൾ ഫ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ സാധനങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ഫർണിഷ്ഡ് മെയിനായിട്ട് എടുത്തതിൻ്റെ റീസൺ അതാണ്. ക്ലാസ്സിൽ പോകണം, അതുപോലെ നമ്മുടെ യൂട്യൂബിൽ വീഡിയോസ് ഇടണം. അപ്പം നല്ല തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ ഹോസ്റ്റലിലാണെങ്കിൽ നമുക്ക് എന്തായാലും ഇതൊന്നും നടക്കില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടാളും നേരത്തെ ഒരു ക്ലാസ്സിന് പോയുള്ള പരിചയമുള്ളതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ച് ഡിസൈഡ് ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞാനും എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ക്രിസ്റ്റിയും അങ്ങനെ തന്നെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും പിന്നെ ഒരുമിച്ച് വരാമെന്ന് വിചാരിച്ചു. അപ്പം പൊടികൾ ഇടാനുള്ള ഡപ്പയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ട് അത് കഴുകി വെച്ചു. അപ്പോൾ അതിലേക്ക് പൊടിയൊക്കെ ഇട്ട് വെക്കുന്നുണ്ട്. ഞങ്ങൾ ആദ്യത്തെ ദിവസം ആ ഒരു കവറിൽ തന്നെ ഇട്ട് വെച്ചേക്കായിരുന്നു. കാരണം പാത്രം കഴുകിയിട്ടല്ലേ അതിലേക്ക് ഇട്ട് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുവിധം സാധനങ്ങളൊക്കെ ഞാൻ ഇട്ട് വെച്ചിട്ട് കിടന്നുറങ്ങി. അപ്പോൾ കിച്ചണൊക്കെ കുറേ ക്ലീൻ ആക്കാനും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. പിറ്റേ ദിവസം ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ നല്ലൊരു ക്ഷീണം, യാത്രയൊക്കെ ചെയ്ത് വന്നതിൻ്റെ ആയിരിക്കും. അപ്പോൾ പിറ്റേ ദിവസം ആയപ്പോൾ തന്നെ എനിക്ക് നല്ല ഉറക്കം വന്നു. എനിക്ക് ഒരു ദിവസം ഉറക്കം കളിച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസങ്ങളിൽ ഉറങ്ങി തീർക്കണം. അപ്പോൾ ക്ലാസ്സിൽ പോകുന്നതുകൊണ്ട് അത് നടക്കത്തില്ലാത്തതുകൊണ്ട് വന്നിട്ട് കുറച്ച് പണി തീർത്തിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നലെ ഞാൻ തുണി ഫുൾ അടുക്കി വെച്ച് ഇന്ന് എൻ്റെ മേക്കപ്പ് സാധനങ്ങളും എൻ്റെ ജ്വല്ലറീസും എല്ലാം എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ട്രഡീഷണൽ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നുകൊണ്ട് അതിന് ചേരുന്ന മാല, കമ്മൽ, വള, പൂവ് എല്ലാ സാധനവും എടുത്തിട്ടുണ്ട്. തേപ്പ് പെട്ടി പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന കേട്ടോ, കൊണ്ടുവന്നതല്ല. ഞാൻ പിന്നെ എടുത്ത് ആ ഒരു ഷെൽഫിലേക്ക്
സാധനങ്ങളൊക്കെ അങ്ങ് മേളിലേക്ക് വെച്ചാണ് അതേ ഒരു ടേബിളിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ടേബിളിൽ പിന്നെ അത് വെക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മേളിലേക്കാക്കി. അപ്പം ഈ ഒരു ഡ്രോയറും ഈ ഒരു ഷെൽഫൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഉപകാരമായിട്ടോ. എല്ലാ സാധനങ്ങളും അതിനകത്ത് കൊണ്ട് നല്ല വൃത്തിയായിട്ട് അടുക്കി പെറുക്കി വെക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ അതിനുള്ളിലായിട്ട് എപ്പോഴും വേണ്ടാത്ത സാധനങ്ങളൊക്കെയാണ് വെച്ചത്. എപ്പോഴും എടുക്കുന്ന മേക്കപ്പ് സാധനങ്ങളും അതും ഇതുമൊക്കെ ഞാൻ ഈ ഒരു തുറന്നിരിക്കുന്ന ഓപ്പൺ ഷെൽഫിലേക്ക് വെച്ചു. അതാകുമ്പോൾ നോക്കി നോക്കി എടുക്കാമല്ലോ. അപ്പോൾ എല്ലാം കൊള്ളാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു സ്പേസ് തന്നെ എല്ലാം കൊണ്ടു. പിന്നെ ഒരുപാട് പരിപാടിയൊന്നും ഇല്ലെങ്കിലും ഞാൻ എല്ലാം ചെയ്ത് വരുമ്പോൾ കുറേ സമയം എടുക്കും കേട്ടോ. ഞാൻ കുറച്ച് സ്ലോ മോഷൻ്റെ ആളാണ്. എനിക്കിങ്ങനെ വൃത്തിയായിട്ട് അത് കറക്റ്റായിട്ട് ചെയ്ത് തീർക്കണം. ഞാൻ കുറച്ച് പതുക്കെ ചെയ്യുള്ളൂ, എന്നാലത് കറക്റ്റായിട്ട് എനിക്ക് നീറ്റായി കിട്ടുമ്പോൾ ഭയങ്കര സമാധാനമാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു അകത്തെ ഷെൽഫിൽ അത്രയും സാധനങ്ങളും കൊള്ളിച്ചു, പുറത്തെ ഒരു ഷെൽഫിൽ ഈ ഒരു സാധനങ്ങളും കൊള്ളിച്ച് അങ്ങനെ എല്ലാം പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങ് ആക്കി വെച്ച് അങ്ങനെ നമ്മുടെ റൂമിൻ്റെ ക്ലീനിങ് എങ്ങനെയൊക്കെയോ ഞാൻ തീർത്തു. പിന്നെ ഒന്ന് ജസ്റ്റ് അടിച്ച് വാരി ഇടാനുണ്ടായിരുന്നുള്ളൂ. അവരെല്ലാം അടിച്ച് വാരിയൊക്കെ വൃത്തിയാക്കി തന്നത്. എന്നാലും നമ്മൾ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ വന്നിട്ട് സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അപ്പം അടിച്ച് വാരി എല്ലാം തുടച്ച് വൃത്തിയാക്കിയപ്പോഴത്തേനും കുറച്ച് സമയം എടുത്തു. അപ്പോൾ അങ്ങനെ നമ്മുടെ റൂം ഫുള്ളായിട്ട് ക്ലീൻ ആയിരിക്കുകയാണ്. ഈ ഒരു ടേബിളിൽ ഞാൻ എൻ്റെ ബാഗ്, ബുക്സ് അങ്ങനത്തെ സാധനം വെച്ചിട്ടുള്ളൂ. പിന്നെ കൊണ്ടുവന്ന ബാഗൊക്കെ ആ ഒരു മേശയുടെ അടിഭാഗത്തേക്ക് തന്നെ വെച്ചു. തൊടുത്ത് മേളിലേക്കൊന്നും വെച്ചില്ല. ഒരു മാസത്തേക്കല്ലേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പം വീട്ടിലെങ്ങാനും ഇടയ്ക്ക് പോകണമെങ്കിലും അതിനൊരു ബാഗ് എടുത്തുകൊണ്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഇടയ്ക്ക് അങ്ങനെ അവധിയൊന്നുമില്ല കേട്ടോ. സൺഡേ മാത്രമേ ഓഫുള്ളൂ. അപ്പോൾ എല്ലാ ആഴ്ചയിലും അങ്ങനെ പോകാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ റൂം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും അടിപൊളി ഒരു വീട്ടിലൊക്കെ താമസിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടായിരുന്നു വന്നപ്പോൾ. പിന്നെ ഇങ്ങനെ വീട് വിട്ട് മാറി നിൽക്കുന്നതിൽ ചെറിയൊരു ഹോം സിക്നെസ് ഒക്കെ ഉണ്ട്. അങ്ങനെ എൻ്റെ റൂമിൽ ഇത്രയും സംഭവങ്ങളുണ്ടല്ലോ കേട്ടോ. ചെറിയ റൂമാണെങ്കിൽ നല്ല വൃത്തിയുള്ള റൂമാണ്. സൈഡിലായിട്ട് ബാത്റൂമും ഉണ്ട്. അപ്പോൾ ഞാൻ രാവിലെ ഒരു 6:45 ആയപ്പോഴോട്ട് എഴുന്നേറ്റ് വന്നത്. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ ക്രിസ്റ്റി അടുക്കള ഫുള്ള് വൃത്തിയാക്കി പാത്രമൊക്കെ കഴുകി വെച്ച്. പിന്നെ ആ പൊടികളൊക്കെ രാത്രി ഞാനെടുത്ത് പുറത്ത് വെച്ചിട്ടാണ് പോയത്. പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ട് പിന്നെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ചെയ്തിട്ട് ഞാൻ ഉറങ്ങിപ്പോയിട്ടു. അപ്പോൾ കിച്ചൺ ബാക്കിയൊന്നും ചെയ്യാൻ പറ്റിയില്ല. ക്രിസ്റ്റി പിന്നെ രാവിലെ ജിമ്മിൽ പൊയ്ക്കൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് അവൾ വെളുപ്പിനെ എഴുന്നേക്കും. എനിക്ക് പിന്നെ വെളുപ്പിനെ എഴുന്നേക്കാൻ മടിയാന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ വീട്ടിലാണെങ്കിൽ പിന്നെ 7-8 മണിയെങ്കിലും ആവും. ഇവിടെ വന്ന പിന്നെ ഞാൻ രാവിലെ 6 മണി തൊട്ട് അലാറം അടിക്കും. അലാറം അടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ എഴുന്നേക്കാൻ നോക്കും. പിന്നെ നമുക്ക് 10:15 കഴിയുമ്പോൾ ക്ലാസ്സിലേക്ക് പോയാൽ മതി. അതുകൊണ്ട് അതിനൊരു സമാധാനമുണ്ട്. 2-3 മണിക്കൂർ രാവിലെ കിട്ടും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് കുക്കിങ്ങും പരിപാടിയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് ഞങ്ങളുടെ ഫ്രണ്ട് വശമാണ് കേട്ടോ. ഫ്ലാറ്റിൻ്റെ ഫ്രണ്ട് വശമാണ്. വിഷു സമയമായതുകൊണ്ട് നല്ലപോലെ കണിക്കൊന്ന പൂത്തതുകൊണ്ട് നല്ല ഭംഗിയാട്ടോ. രാവിലെ അങ്ങനെ ഒന്ന് പുറത്തേക്ക് നോക്കി വെക്കാൻ എനിക്കധികം അങ്ങ് ആസ്വദിക്കാൻ സമയം കിട്ടിയില്ല. പിന്നെ എനിക്ക് ഫ്രണ്ട് വശം ഭയങ്കര വീക്ക്നെസ് ആണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. എവിടെ ചെന്നാലും പിന്നെ നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലവും കിട്ടും. അപ്പോൾ അവിടെ പോയി കുറേ നേരം ഇങ്ങനെ വായി നോക്കി നിൽക്കുമ്പോൾ ഭയങ്കര ഒരു സുഖമാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് പാത്രമൊക്കെ കഴുകി വെക്കാണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കഴുകി വെച്ചിട്ട് രാവിലെ എടുത്തതാട്ടോ. ഞാനിപ്പോൾ ചായ കുടിച്ച പാത്രമൊക്കെ ഉള്ളൂ. ഇങ്ങനെ വേറെ അധികമൊന്നുമില്ല. എനിക്ക് പിന്നെ രാവിലെ കാപ്പിയും ചായയും എന്തെങ്കിലുമൊക്കെ കുടിച്ചാലൊരു സമാധാനമാവുള്ളൂ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേനും ചായപ്പൊടി വാങ്ങിയില്ല. അപ്പം ബൂസ്റ്റ് ഉണ്ടായിരുന്നു. രണ്ടും ബൂസ്റ്റ് ആട്ടോ കുടിച്ചത്. അപ്പോൾ രണ്ടാളും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതേ ക്ലാസ്സിൽ പോകണം. ഇപ്പോൾ ക്ലാസ്സിൽ പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അവൾ ക്രിസ്റ്റിയും ക്ലീനിങ്ങും പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ എപ്പോഴും വീഡിയോയിൽ എടുക്കാൻ കംഫർട്ടബിൾ ആയിരിക്കില്ല. പിന്നെ ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് അവൾ ചിലപ്പോൾ അകത്തായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ ഞങ്ങൾ പിന്നെ രണ്ടാളും ഷെയർ ചെയ്തിട്ടാണ് കുക്കിംഗ് പരിപാടിയൊക്കെ ചെയ്തത്. അപ്പോൾ അവളാണ് രാവിലെ വന്നിട്ട് അടുക്കളയിൽ കയറി തുടങ്ങി കേട്ടോ. ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേനും അവൾ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം രാവിലെ അവൾക്ക് എഴുന്നേക്കാൻ നല്ല ഈസിയാണ്. എനിക്ക് പിന്നെ കണ്ണു തുറന്നത് വരാൻ നല്ല പാടാണ്. അപ്പം കുറച്ച് ദിവസം എടുക്കും ശീലിച്ച് വരാൻ. പക്ഷേ എന്തായാലും ശീലിച്ചില്ലേ പറ്റത്തുള്ളൂ. നമ്മൾ പുതിയൊരു ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം രാവിലെ ഇങ്ങനെ പതുക്കെ സമയം കുറച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട് വശം. തൊട്ട് ഓപ്പോസിറ്റുള്ള മാവിലാണെങ്കിൽ നിറയെ മാങ്ങ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഞാൻ എന്നും രാവിലെ എന്നെ കണ്ണിപ്പെടുന്ന ആ മാങ്ങയായിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കയറി വരുമ്പോൾ കാണുന്നത് ലിവിങ് റൂമാണ് കേട്ടോ. അപ്പോൾ ലിവിങ് റൂമിൽ ടി വിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ടി വി കാണണമെങ്കിൽ ടി വി കാണാം. ഞാൻ വൈകുന്നേരം കുറച്ച് നേരം ഇങ്ങനെ ഒരു 10-20 മിനിറ്റൊക്കെ ഇരുന്ന് കാണും. പക്ഷെ അങ്ങനെ ഇരുന്ന് കാണത്തില്ല കേട്ടോ. കുറേ വർഷമായി ഇങ്ങനെ ടി വിയൊക്കെ കണ്ടിട്ട്. വീട്ടിലുണ്ടായിരുന്നപ്പോൾ എപ്പോഴോ കണ്ടതാണ്. പിന്നെ എന്തോ ഇൻട്രസ്റ്റ് പോയി. നമുക്ക് ഫോണൊക്കെ ആയി. പിന്നെ ജോലിയിലുണ്ടായിരുന്ന സമയത്തും അങ്ങനെ ടി വി കാണാൻ സമയം കിട്ടത്തില്ല. പിന്നെ ഫോൺ വന്നപ്പോൾ എല്ലാ പ്രോഗ്രാമും ഫോണിൽ കിട്ടും. അങ്ങനെ ഞാൻ കാണാതെ ആയതാട്ടോ. പിന്നെ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും പതുക്കെ വീണ്ടും കണ്ടു തുടങ്ങി. പിന്നെ തുണി വിരിക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ആ ഒരു ഭാഗത്ത് തന്നെ ഡൈനിങ് ടേബിളും ഉണ്ട്. അപ്പം ലിവിങ് റൂമുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് കിച്ചൺ കിടക്കുന്നത്. അപ്പോൾ 4 ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ കസേര അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ അത്യാവശ്യം ഞങ്ങൾ ഇന്നലെ വാങ്ങി വെച്ച സാധനങ്ങളെല്ലാം തന്നെ ഉണ്ട്. പിന്നെ ഫ്രീസറിൽ സിപ്പപ്പൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ക്ലാസ്സിന് തൊട്ട് താഴെട്ടൊരു കടയുണ്ട്. അവിടെ പോയി സിപ്പപ്പ് വാങ്ങലാണ് ഞങ്ങളുടെ പണി. അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് വന്നപ്പോൾ വാങ്ങി കൊണ്ടേ വെച്ചേക്കുന്നതാണ്. പിന്നെ അത്യാവശ്യം വേണ്ട ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു 3-4 ദിവസത്തേന് ഞങ്ങൾ ആദ്യം ഇവിടെ ഉള്ളൂ.
അത് കഴിയുമ്പോൾ നമുക്ക് ഈസ്റ്ററിൻ്റെ അവധി വരുന്നുണ്ട്. അപ്പോൾ നാട്ടിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സാധനങ്ങളെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കി തിരിച്ച് വന്നിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് സ്നാക്സും കാര്യങ്ങളും ഒക്കെ മേളിലായിട്ട് വെച്ചിട്ടുണ്ട്. ഉള്ളിയൊക്കെ വെക്കാനായിട്ട് അവിടെ ഷെൽഫ് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മറ്റേ കൊട്ട പോലത്തെ സാധനമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു ഷെൽഫിലാണ് ഉള്ളിയും അതും ഇതൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. പിന്നെ പൊടികളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടും വെച്ചിട്ടുണ്ട്. പിന്നെ മിക്സി ഉണ്ട് കേട്ടോ. മിക്സി, ഗ്യാസ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് ഒട്ടും തന്നെ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. പിന്നെ വാഷിംഗ് മെഷീനും ഉണ്ട്. അതുകൊണ്ട് ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ അടുത്ത് വന്നാലും വാഷിംഗ് മെഷീൻ ഇട്ട് നമുക്ക് വാഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടൈം ആണോ ഇത്ര അടിപൊളി ഒരു പ്ലേസിൽ താമസിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ ഫ്ലാറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ ഇഷ്ടമായെന്നുള്ളത് കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.